വെൽക്കം ടു ദ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോഷനെ പറ്റിയിട്ടാണ്. ഞാൻ പല നോട്ട് ടേക്കിംഗ് ആപ്പിനെ പറ്റി ഞാൻ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വൺ നോട്ട്, ആമ്പിൾ നോട്ട്, മിലാനോട്ട് അങ്ങനെ സെവറൽ കൈൻഡ് ആൻഡ് സെവറൽ ടൈപ്പ് ഓഫ് നോട്ട്സ്. വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു നോട്ട് ടേക്കിംഗ് ആണ് ഈ നോഷൻ എന്ന് പറയുന്നത്. ബട്ട് നോഷൻ ഈസ് ജസ്റ്റ് നോട്ട് എ നോട്ട് ടേക്കിംഗ്, മച്ച് മോർ ദാൻ ദാറ്റ്. സോ ഒരു എൻ്റയർ ഓർഗനൈസേഷൻ തന്നെ ഇതിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ഹെവി ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. അങ്ങനെ ഒരു വളരെ ഹെവി ആയിട്ടുള്ള സൂപ്പർ ഹെവി ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ് നോഷൻ. ബട്ട് ഇത് സിമ്പിളാണ്, യൂസ് ചെയ്യാൻ സിമ്പിളാണ്. ചില ഫീച്ചേഴ്സ് നമ്മൾ അതിനനുസരിച്ച് യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ. ബേസിക്കലി ഇറ്റ്സ് എ നോട്ട് ടേക്കിംഗ് ആപ്പ്. അതിൻ്റെ പുറത്തുള്ള ഫീച്ചേഴ്സ് വെച്ചിട്ടാണ് അതിനെ അടിപൊളിയാക്കുന്നത്. എൻ്റെ യൂട്യൂബ് ചാനൽ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നൊരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഈ നോട്ടെന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് കണ്ടിട്ട് ജസ്റ്റ് ഒരു നോട്ട് പോലെ തോന്നുന്ന ഒരു ടേബിളാണ്. ഇതിനൊരു ഡേറ്റാ ബേസ് എന്നാണ് ആക്ച്വലി വിളിക്കുന്നത്. സോ എനിക്കിവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജ് ചെയ്യാൻ പറ്റും പല രീതിയിലുള്ള സെറ്റപ്പുകൾ. ഞങ്ങൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ റിസർച്ച് ആൻഡ് പ്ലാനിങ് കിടക്കുന്ന സോ മെനി വീഡിയോ ഐഡിയാസ് ഉണ്ട്, സ്ക്രിപ്റ്റിങ്ങിലുള്ളതുണ്ട്. ഞാനിപ്പോൾ അത് ഫിലിം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ജസ്റ്റ് ഡ്രോപ്പ് ചെയ്യാൻ പറ്റും. കാൻബാൻ പോലെ യൂസ് ചെയ്യാൻ പറ്റും. പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഇടാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഈ പല വ്യൂസ് കാണാം. പബ്ലിഷ്ഡ് വീഡിയോസ് ഞാൻ നോക്കുകയാണെങ്കിൽ ഐ ക്യാൻ സീ ഓൾ ദ പബ്ലിഷ്ഡ് വീഡിയോസ്. ഇത് ബേസിക്കലി ഒരു നോട്ടാണ്. ആ നോട്ടിനെ കമ്പൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിനാണെങ്കിൽ നോഷൻ തന്നെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഐ ക്യാൻ ഓപ്പൺ അതിൻ്റെ സ്ക്രിപ്റ്റ്, അതിൻ്റെ എന്താണ് എഴുതിയിട്ടുള്ള കാര്യങ്ങൾ അത് നമുക്കിവിടെ കാണാൻ പറ്റും. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇത് ജസ്റ്റ് ഇനീഷ്യലി ഞാൻ കാണിച്ചതാണ്. നമുക്കിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, ഇതിൻ്റെ UI ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നിങ്ങൾ ആദ്യമായി നോക്കുകയാണെങ്കിൽ സൈഡ് പാനലിൽ ഈ നമ്മുടെ നോട്ടുകളുടെ ഒരു കളക്ഷൻസ് കാണാൻ പറ്റും ഈ സൈഡ് പാനലിൽ. അതർ ദാൻ ദാറ്റ് ക്രിയേറ്റ് ടെംപ്ലേറ്റ്, ഇമ്പോർട്ട്, ട്രാഷ്, അങ്ങനത്തെ നോർമൽ കാര്യങ്ങൾ. നമുക്കാണെങ്കിൽ വിൽ സ്റ്റാർട്ട് ഫ്രം എ ബേസിക് ഇപ്പം നമ്മൾ നോട്ടാണെങ്കിൽ ആദ്യം ഒരു പേജാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ വിൽ സ്റ്റാർട്ട് ഫ്രം എ പേജ്. ഐ എം ക്ലിക്കിംഗ് ഓൺ ന്യൂ പേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം കിട്ടുന്നത് ഇതാണ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ആദ്യം കിട്ടുന്ന ഒരു ഇൻ്റർഫേസ്. ഇവിടെ നമുക്ക് ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യാം, ടേബിൾ സെലക്ട് ചെയ്യാം, ആൻഡ് മച്ച് മോർ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മെഷീൻ ലേണിംഗ് ഇതിന് എനിക്കൊരു ഐക്കൺ കൊടുക്കാം. ഇതിൽ ലോഡ് ഓഫ് ഐക്കൺ വരും. പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഞാനൊരു കവർ കൊടുക്കുന്നു. ഒരു കവർ ഓട്ടോമാറ്റിക്കലി ഒരു കവർ സെലക്ട് ചെയ്യാണ്. ഇഫ് യു വോണ്ട് ടു ചേഞ്ച് ദ കവർ യു ക്യാൻ ചേഞ്ച് ദ കവർ എന്ന് വേണമെങ്കിലും എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ റാൻഡംലി കൊടുക്കുകയാണ്. അങ്ങനെയാണ് എൻ്റെ പിക്ചർ അവിടെ വന്നിരിക്കുന്നത്. ഇനി അത് അപ്ലോഡ് ചെയ്യണമെങ്കിൽ കവർ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. ഏതെങ്കിലും ഗൂഗിൾ പിക്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ആണെങ്കിൽ ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്താലും മതി. നീ ഡൗൺലോഡ് ചെയ്തതിന് ഇതിൽ അപ്ലോഡ് ചെയ്യണമെന്നില്ല. അതുമല്ല അൺപ്ലാഷിൽ ചെന്നിട്ട് അൺപ്ലാഷ് നിങ്ങൾക്കറിയാം സ്റ്റോക്ക് ഇമേജസ് കിട്ടുന്ന ഒരു വെബ്സൈറ്റാണ്. ആ വെബ്സൈറ്റ് ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് ഇടുകയും ചെയ്യാം. സോ മെനി ഓപ്ഷൻസ് അതെ. സോ ഇഷ്ടപ്പെട്ട ഐക്കൺസ് വരെ നമുക്ക് കൊടുക്കാം. ഐക്കൺസ് ഇതുപോലെ കസ്റ്റം ഐക്കൺസ് നമുക്ക് കൊടുക്കാൻ പറ്റും. എവിടെയും ഒരു കസ്റ്റമൈസേഷൻ ഫീച്ചർ ഉണ്ട്. ദാറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് ആക്ച്വലി. ഇനി നമ്മൾ നോട്ട് എടുക്കുകയാണ്. എംപ്റ്റി പേജ് ചില ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞില്ല. ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞ ഇച്ചിരി മുമ്പ് ഞാൻ കാണിച്ച എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ മാനേജിങ് ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് തോമസ് ഫ്രാങ്കിൻ്റെ യൂട്യൂബ് ടെംപ്ലേറ്റാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ടെംപ്ലേറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കമ്മ്യൂണിറ്റി വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ്. വി ക്യാൻ മേക്ക് ദ ടെംപ്ലേറ്റ്സ്. സോ ടെംപ്ലേറ്റ്സ് മാത്രമല്ല, നമുക്ക് ഇപ്പം ഞാനാണെങ്കിൽ ഒരു എംപ്റ്റി പേജ് ക്രിയേറ്റ് ചെയ്യുകയാണ്. എംപ്റ്റി പേജ് എന്ന് വെച്ച് ക്രിയേറ്റ് ചെയ്യുകയാണ്. സോ ടൈപ്പ് ചെയ്യാനാണെങ്കിൽ വി ക്യാൻ ടൈപ്പ് സംതിങ്. ഞാൻ ഇതിനു മുമ്പ് നിങ്ങൾക്കൊരു നോഷൻ അല്ല ഇതിൻ്റെ ഡോക്സ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ആക്ച്വലി ഈ ഒരു നോഷൻ്റെ ഓൾമോസ്റ്റ് കോപ്പിയാണെന്ന് പറയാം കുറേ ഫീച്ചേഴ്സ്. സോ അതിലേക്ക് നമുക്ക് വരാം. ഇപ്പോൾ ടൈപ്പ് ഡിസ്ക്രിപ്ഷനിൽ നമുക്കിപ്പം വെറുതെ ടൈപ്പ് ചെയ്യാണല്ലോ അതിൻ്റെ പല ഫോമാറ്റിംഗ് മെത്തേഡ്സുകളുണ്ട്. സോ അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ എന്താ ചെയ്യുന്നത്, ഒരു സ്ലാഷ് നിൽക്കാൻ മതി. സ്ലാഷ് എന്ന് വെച്ച് കഴിയുമ്പോൾ നമുക്ക് ടെക്സ്റ്റ് ആണോ, വേറൊരു പേജ് ആണോ, ടു ഡു ലിസ്റ്റ് ആണോ വേണ്ടത്, എന്ത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാനൊരു H1 ഹെഡിങ് സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് അപ്പോൾ അതേപോലെ നമുക്ക് വേറൊരു സബ് ഹെഡിങ് ആണെങ്കിൽ യു ക്യാൻ ചൂസ് ഇറ്റ് ഫോർ ഹെഡിങ് ടു ദി സബ് ഹെഡിങ്. ഫോമാറ്റ്സ് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാം. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ ഇതൊക്കെ ഓരോ ബ്ലോക്ക് ആയിട്ടാണ് ഇവിടെ ജനറേറ്റ് ചെയ്യുന്നത്. വി ക്യാൻ മൂവ് അറൗണ്ട് ദിസ് ബ്ലോക്ക് ആൻഡ് ടേൺ ഇൻ ടു സംതിങ് എൽസ് ആൾസോ. ഇപ്പോൾ സബ് ഹെഡിങ് നമുക്കൊരു പേജ് ആക്കണമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ഓൺ ഹിയർ, ടേൺ ഇൻ ടു ഡിഫറെൻറ്റ് ഫോമാറ്റ് വരും. നമുക്കിപ്പം ബുള്ളറ്റ്, നമ്പേർഡ്, ടോഗിൾസ്, കോഡ്, അങ്ങനെ പല പല കാര്യങ്ങളിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്കൊരു 2-3 പോർഷൻസ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷവും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സബ് ഹെഡിങ്ങിലാണെങ്കിൽ ഇപ്പോൾ ഒരു ബുള്ളറ്റ് എനിക്ക് വേണം, ബുള്ളറ്റ് പോയിന്റ് വേണം, ബുള്ളറ്റ് ലിസ്റ്റ് ആണ് എടുക്കുന്നത്.
പേജ് 1, പേജ് 2, പേജ് 3. അപ്പോൾ ഈ പേജ് 1നെ പറ്റിയിട്ട് കുറേ ഡീറ്റെയിൽസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്, ഐ വിൽ ജസ്റ്റ് അഗെയിൻ click on this side and turn into a page. See, that become a page. ഒരു പേജിൻ്റെ അകത്തൊരു പേജായി. ഈ പേജിൽ എനിക്ക് കയറിയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആ പേജിലേക്ക് പോകും. എനിക്ക് ഐ ക്യാൻ ക്രിയേറ്റ് ദ സെയിം തിങ്. ഇവിടെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യാം, ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പം തിരിച്ച് ആ പഴയ പേജിലേക്ക് പോവുകയാണ്. എനിക്ക് എൻ്റെ ബേസിക് ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ബേസിക് ആയിട്ടുള്ള ഒരു UI നാവിഗേഷൻ ഇത്തരം കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം നോഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നോഷൻ ലേണിംഗ് എന്ന് പറയുന്ന പേജിനകത്ത് പേജ് 1 എന്നുള്ളൊരു പേജാണ്. ഇവിടെ നമുക്ക് ബാക്കും പോകാം. ഓക്കെ, ഈസി ആയിട്ട് ബാക്കിലും പോകാം. ഇനിയിപ്പം ഞാൻ കാര്യം പറയട്ടെ, ഈ ഒരു ബ്ലോക്കിൽ നമുക്കിത് ഹൈഡ് ചെയ്യണം, ടോഗിളാക്കണം. അങ്ങനെയാണെങ്കിലും ടേൺ ഇൻ ടു ടോഗിൾ ലിസ്റ്റ് എന്നുള്ളത് ആക്കിയാൽ മതി. സോ ഇതിപ്പോൾ ഒരു ടോഗിളായി. ഇതിനകത്ത് നമുക്ക് എന്ത് വേണേലും ഇടാം. ഞാൻ ഇതേ പേജ് തന്നെ അങ്ങോട്ട് അകത്തോട്ടിടുകയാണ്. പേജ് 1, പേജ് 2. ഓക്കെ, ഞാൻ ഡ്രാഗ് ചെയ്തപ്പോൾ അത് ആ പേജ് 1നകത്ത്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ സബ് ഹെഡിങ് എന്ന് പറയുന്നത് ഒരു ടോഗിളാണ്. ഞാൻ അൺടോഗിൾ ചെയ്യുമ്പം അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം. ഈ പേജ് 1നകത്ത് തന്നെ പേജ് 2 ഞാൻ ഡ്രോപ്പ് ചെയ്തതുകൊണ്ട് അതിൻ്റെ ടെക്സ്റ്റ് ഇവിടെ തന്നെ വളരെ ഒരു ഗുണം, അതിൻ്റെ ടെക്സ്റ്റാണ് കോപ്പി ആയിരിക്കുന്നത്. അതിനെ വേറെ പേജോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ആക്കില്ല. ദീസ് കൈൻഡ് ഓഫ് എന്താ പറയുന്നത്, ഒരു എഴുതാൻ പറ്റിയ ഒരു ടൈപ്പ് ചെയ്ത് എഴുതാൻ പറ്റിയ ഒരു സെറ്റപ്പാണ് ഈ നോഷൻ്റെ ഏറ്റവും വലിയൊരു സിംപ്ലിസിറ്റി എന്ന് പറയുന്നത്. ഞാനിതിനെ ഒരു ഫേവറേറ്റ് ആക്കുകയാണെങ്കിൽ എനിക്ക് ഈ ഭാഗത്തായിട്ട് വരും. നിങ്ങൾ നോക്കുകയാണെങ്കിൽ വീഡിയോ പ്രോജക്റ്റ് നോഷൻ ലേണിംഗ് ഇത് ഇവിടെ വന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ മെയ്ഡ് ഇറ്റ് ആസ് എ ഫേവറേറ്റ്. ഇവിടെ ഈ സ്റ്റാർ ബട്ടൺ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ടോഗിൾ ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് എന്താണെന്നെങ്കിലും പരീക്ഷിക്കാം. ഇവിടെ എന്തൊക്കെയാണോ ഉള്ളതെന്ന് നോക്കിയിട്ട് ടു ഡു ലിസ്റ്റ് ഉണ്ട്, കോൾ ഔട്ട് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഡിവൈഡർ ഉണ്ട്. ഇപ്പം ഈ ഒരു ടോപ്പിക്ക് നമ്മൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഡിഫറൻസ് വേണം പേജ് 1 പേജ് ഈ ഒരു ഹെഡിങ്ങും ഇതും തമ്മിൽ. അപ്പോഴും നമുക്കത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എവറിത്തിങ് ക്രിയേറ്റ് ആസ് എ ബ്ലോക്ക്. അതാണ് മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഈ ബ്ലോക്ക് ആയിട്ടുള്ള കോൺസെപ്റ്റ്. ഇനി വേറൊരു ഇൻട്രസ്റ്റിംഗ് തിങ്സ്, നമുക്ക് AI യൂസ് ചെയ്യാം. നിങ്ങൾ സ്ക്രിപ്റ്റ് എഴുതുകയാണെങ്കിൽ ഈ നോഷൻ അടിപൊളിയായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ AI ഇൻബിൽറ്റ് ആണ്. ഞാനിപ്പോൾ ഒരു ഉദാഹരണം കാണിച്ചു തരാം. സ്പേസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് AI ചാറ്റ് ബോക്സ്. പ്രോംപ്റ്റ് ചെയ്യാനുള്ള ഒരു ബോക്സ് നമുക്കിവിടെ കിട്ടും. ഈ പ്രോംപ്റ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ എഴുതാൻ പറ്റും. ഇപ്പം ബ്രെയിൻ സ്റ്റോം ഐഡിയാസ് ഓൺ നോഷൻ videos, Notion tutorial videos. We will type and I click. So see the magic. They are automatically typing the things, and if you want to continue type, make longer, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ. ഞാൻ തൽക്കാലത്തേക്ക് ഡൺ അടിച്ച് നിർത്തുകയാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു സ്റ്റാർട്ടിങ് കിട്ടി. ഇൻട്രൊഡക്ഷൻ ടു ദ നോഷൻ, കോംപ്രിഹെൻസീവ് ആൻഡ് ഹൗ ടു ഓർഗനൈസ് യുവർ ലൈഫ് വിത്ത് നോഷൻ. സോ ജനറലി നോഷനിൽ എന്തൊക്കെയാണ് വരേണ്ടതെന്നുള്ള ടോപ്പിക്സ് നമുക്കിവിടെ കിട്ടുകയും ചെയ്തു. ഈ കൈൻഡ് ഓഫ് ഫീച്ചറാണ്. ഇനിയിപ്പോൾ ഞാൻ പറയാം, ഇനിയിപ്പം അടുത്തൊരു മെയിൻ ഫീച്ചർ, ഇപ്പോൾ പേജിനുള്ളിൽ പേജാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നമുക്ക് വി ക്യാൻ സീ ഇറ്റ് ഹിയർ. പേജിനുള്ളിൽ പേജായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നിങ്ങളുടെ ഒരു ലൈഫ് അതിനകത്ത് സെറ്റ് ചെയ്യണം. അപ്പം ഈ പേജിനകത്ത് ഓക്കെ നമുക്ക് പേജ് ഉണ്ടാക്കാം, ടെക്സ്റ്റ് ഉണ്ടാക്കാം, ഈവൻ ടേബിൾ ഉണ്ടാക്കാം. ദാറ്റ് ഈസ് ഓൾ ഗുഡ്. ബട്ട് ഞാൻ നേരത്തെ കാണിച്ചൊരു ഉദാഹരണം നിങ്ങൾ കണ്ടില്ലേ എൻ്റെ വീഡിയോസിൽ? ഇവിടെ കണ്ടത് ദിസ് ഈസ് നോട്ട് ജസ്റ്റ് എ ടേബിൾ. ഇതെന്ന് പറയുന്നത് ഒരു ഡേറ്റാബേസാണ്. ഈ ഡേറ്റാബേസിനുള്ളിലാണ് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് അതിന് കുറച്ച് ഈ ഡേറ്റാബേസിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, നീഷ്, സ്റ്റാറ്റസ്, URL, അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ്. അത് മാത്രമല്ല ഇവിടെ നമുക്കാണെങ്കിൽ ഈ പ്രോപ്പർട്ടീസ് ഉണ്ട്, ഇവിടെ കുറച്ച് ടെംപ്ലേറ്റ്സ് വെച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളിലേക്ക് വരുമ്പോഴാണ് ഇതിൻ്റെ മാജിക് വരുന്നത്. ഇതിന് പല രീതിയിൽ എനിക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഫിൽറ്റർ അടിച്ച് നോക്കിയിട്ട് എനിക്കാണെങ്കിൽ ഐ ജസ്റ്റ് വാണ്ട് ടു സീ ദ വീഡിയോ വിച്ച് ഈസ് ഓൺലി പബ്ലിഷ്ഡ് മാത്രം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐ ക്യാൻ സീ. ഇങ്ങനെയുള്ള ഫിൽറ്ററിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പബ്ലിഷ്ഡ് വീഡിയോ മാത്രം. പക്ഷെ ഞാനാണെങ്കിൽ എനിക്ക് എപ്പോഴും പബ്ലിഷ്ഡ് വീഡിയോ ചില സമയങ്ങളിൽ കാണണം. എനിക്കെപ്പോഴും പബ്ലിഷ്ഡ് വീഡിയോ അല്ല കാണേണ്ടത്. എനിക്ക് കാണേണ്ടത് ബാക്കി സ്റ്റേജിൽ ഇരിക്കുന്ന വീഡിയോസ് മാത്രമാണ് കാണേണ്ടത്.
അങ്ങനെയാണെങ്കിൽ പബ്ലിഷ് ആൻഡ് ചെക്ക് ചെയ്തിട്ട് പബ്ലിഷ്ഡ് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഞാനൊരു വ്യൂ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സെയിം നോട്ട്സ്, സെയിം ഡേറ്റാബേസ് ആണ്. I'm just viewing in different view. Maybe I wanted to see that whenever I published അതൊരു കലണ്ടർ വ്യൂവിൽ കാണാൻ പറ്റും, ഓരോ കലണ്ടർ ഡേറ്റിൽ എന്നാണ് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ വേണമെങ്കിൽ ആ രീതിയിലും കാണാൻ പറ്റും. ഇതൊരു പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് പോലെ കാൻബാൻ വ്യൂവിൽ കാണാൻ പറ്റും. ഇത് വരുന്നതെന്ന് പറയുന്നത് ജസ്റ്റ് ടേബിൾ അല്ല, ഇതാണ് ഡേറ്റാബേസ് എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ക്രക്സ് എന്ന് പറയുന്നത്. നിങ്ങൾ എങ്ങനെയാണോ ഡേറ്റാബേസ് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുന്നത് ഈ നോഷനിൽ, then the notion will be game changing for you. So that I will introduce in the next topic. ഇന്നാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഓപ്പൺ ആൻഡ് മേക്ക് എൻ അക്കൗണ്ട്. ഫ്രീ അക്കൗണ്ട് ഉണ്ട്, പ്രൈസിങ് ഞാൻ കാണിച്ചു തന്നു കഴിഞ്ഞാൽ ഫ്രീ അക്കൗണ്ടും ഉണ്ട്, പിന്നെ പെയ്ഡ് അക്കൗണ്ടും ഉണ്ട്. ഫ്രീ അക്കൗണ്ട് ഇസ് മോർ ദാൻ ഇനഫ് ഫോർ എവറി വൺ. നിങ്ങൾക്കാണെങ്കിൽ ടെംപ്ലേറ്റ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ക്യാൻ സീ പ്ലെൻറ്റി ഓഫ് ടെംപ്ലേറ്റ്സ്. അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം, പ്രോജക്റ്റ് അതിൽ നിന്ന് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ എന്തൊക്കെ പറഞ്ഞാൽ നിങ്ങളേതായ ഒരു ഡേറ്റാബേസ് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഞാൻ ഐ വിൽ മേക്ക് എ വീഡിയോ ഓൺ ദാറ്റ്. അതുവരെ നിങ്ങൾക്ക് just go through this one and get familiar with this thing, and I'll come up with another video for the notion. And ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഓൾസോ കമൻറ്റ് whichever way you wanted to improve this video experience. അത് മാത്രമല്ല, ഏതെങ്കിലുമൊക്കെ വീഡിയോ ടോപ്പിക്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺ ദിസ് സ്പേസ് പ്രൊഡക്ടിവിറ്റി ടൂൾസ്, അതായത് നിങ്ങളുടെ ലൈഫിനെ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടൂൾസും കാര്യങ്ങളും ഒക്കെയാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അത് റിലേറ്റഡ് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. താങ്ക് യു.